പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേഗത്തിലുള്ളതും പൂർണ്ണവുമായ സുഖപ്രാപ്തിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ ഇന്ത്യയിൽ ഉടനീളമുള്ള വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ച് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ. ഞായറാഴ്ചകളിലെ ദിവ്യബലിയിൽ പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും കർദിനാൾ ഉദ്ബോധിപ്പിച്ചു. പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേഗത്തിലും പൂർണ്ണവുമായ സുഖപ്രാപ്തിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ വിശ്വാസികളെയും ക്ഷണിച്ച് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റും ഗോവ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ, ക്രിസ്തുവിന്റെ വികാരി, വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്നീ നിലകളിൽ സാർവത്രിക സഭയെ അചഞ്ചലമായ അർപ്പണബോധത്തോടും സ്നേഹത്തോടും കൂടി പരിപാലിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്തം പരിശുദ്ധ പിതാവ് വഹിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനാൽ വിശ്വാസത്തിൽ ഒരു കുടുംബമെന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയെ നമ്മുടെ ദിവ്യവൈദ്യന്റെ കരങ്ങളിൽ രോഗശാന്തിക്കായി ഭരമേൽപ്പിക്കാമെന്ന് CCBI പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ തന്റെ പ്രസ്താവനയിൽ കുറിച്ചു. കർത്താവിലേക്ക് തിരിഞ്ഞ് ആത്മാർത്ഥമായ യാചനകൾ സമർപ്പിക്കാം. ദൈവം തന്റെ അതിരുകളില്ലാത്ത കാരുണ്യത്താൽ പരിശുദ്ധ പിതാവിന് ശക്തി നൽകട്ടെ എന്നും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയും സഭയുടെയും ലോകത്തിന്റെയും നന്മയ്ക്കായി കർത്താവിന്റെ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും CCBI പ്രസിഡന്റും ഗോവ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ പറഞ്ഞു. എല്ലാ രൂപതകളോടും ഇടവകകളോടും ക്രൈസ്തവ സമൂഹങ്ങളോടും കുടുംബങ്ങളോടും പരിശുദ്ധ പിതാവിന്റെ പൂർണ്ണമായ വീണ്ടെടുക്കലും ക്ഷേമത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും ദിവ്യകാരുണ്യ ആരാധനകളും ജപമാല പ്രാർത്ഥനകളും അർപ്പിക്കാൻ കർദിനാൾ അഭ്യർത്ഥിച്ചു. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവ്യബലി വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ പിതാവ് ഉടൻ ശക്തി വീണ്ടെടുത്ത് നവോന്മേഷത്തോടെ തന്റെ അപ്പസ്തോലിക ദൗത്യം തുടരുന്നതിന് നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം തേടാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ധൂപം പോലെ ഉയരട്ടെ എന്നും വിശ്വാസത്തിലും സ്നേഹത്തിലുമുള്ള നമ്മുടെ ഐക്യം നമ്മുടെ ഇടയന്റെ ആത്മീയ ശക്തിയുടെയും ആശ്വാസത്തിന്റെയും ഉറവിടമാകട്ടെ എന്നും കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ചേർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.